ഒരു ദിവസം റാൻഡമായിട്ട് ഗോകർണയുടെ പ്ലാൻ ഇടുമ്പോഴാണ് മൂകാംബിക പോയാലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത്. ആദ്യമൊക്കെ ഈ പ്ലാനൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പോകെ പോകെ എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നു. ഞാൻ ഒരു ദിവസം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ദേവിക്ക് കാണണം എന്ന് തോന്നുമ്പോഴാണ് ദേവി നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കുക എന്ന്. ഞങ്ങൾ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേയിലേക്ക് എത്താൻ വേണ്ടി റിക്ഷ ആണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ടാക്സിയും ബസ്സും എല്ലാം അവൈലബിൾ ആണ്. സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ എടുക്കും. അവിടേക്ക് പോണ വഴിയിൽ ഈ ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാട്ടോ കാണാൻ. ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോ ചേട്ടൻ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിൽ എത്തണ വരെ ദേവിയുടെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ റൂമിലെത്തിയതും കുളിച്ച് റെഡിയായിട്ട് 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. ഇതാണ് അവിടുത്തെ പൂജയുടെ ടൈമിങ്സ്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളൊരു 11 മണിക്ക് ഇവിടെ ഉച്ചയുടെ പൂജ ഉണ്ടാവുമല്ലോ, അപ്പം അതിനായിട്ട് മുമ്പേ പോകാൻ വേണ്ടി ഇവിടെ അമ്പലത്തിൽ പോയി. അധികം ലൈനൊന്നും ഉണ്ട്. അതിൽ ഞങ്ങളൊരു 100 രൂപ കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ ദർശൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതെടുത്തു. എന്നിട്ട് വേഗം അപ്പം ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് 1/2 മണിക്കൂറിൽ ചെയ്യാൻ പറ്റിയില്ല. ദർശനം കിട്ടിയില്ല. നമുക്ക് 3/4 മണിക്കൂറിൽ നമുക്ക് കിട്ടി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടെയൊക്കെ ബാക്കിയുള്ള അമ്പലങ്ങൾ, ചിറ്റൂർ അമ്പലം ഉണ്ടല്ലോ, അതൊക്കെ തൊഴുത് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് പിന്നെയും വീണ്ടും വന്നു. ഞങ്ങളുടെ ഹോട്ടൽ മുറിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. സൗബർണിക നദിയാണ്. നല്ല രസമല്ലേ? ഞാൻ ഈവനിങ് വ്യൂവും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോ എടുക്കാം. നല്ല രസമുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളൊന്ന് റൂമിൽ വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വൈകുന്നേരത്തെ പൂജയ്ക്കും പിന്നെ മറ്റേ കഷായം അതൊക്കെ അതിന് വേണ്ടിയായിട്ട് വീണ്ടും പോവും. അപ്പോൾ കാണിച്ചു. ഇതാണ് ഈവനിങ് ഒരു വ്യൂ ഞങ്ങളുടെ റൂമിൽ നിന്ന്. അവിടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ക്രൗഡ് കുറവാട്ടോ. മെയിനായിട്ടുള്ള ഏരിയ ഇല്ലേ ബാത്തിങ്ങിന് വേണ്ടി, അത് കുറച്ചുകൂടി ദൂരെയാണ്. ഇത് ഒരു വേറെ ഏരിയ. ഇത് ഈ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള ഒരു ഏരിയ. അവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, പിന്നെ ക്ലീനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത് വെള്ളത്തിൽ. ഇനി നമ്മൾ വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടി പോവുക. അതിനായിട്ട് മുമ്പ് ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ പോവും. നോക്കൂ, നല്ലൊരു വ്യൂ ആട്ടോ. കണ്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇപ്പോഴത്തെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു കുർത്ത സെറ്റാണ്.
ഈ പൂജ കഴിഞ്ഞ് കഷായമൊക്കെ കുടിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ഡിന്നർ കഴിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജീപ്പ് പിടിച്ചിട്ട് കുടജാദ്രിയിലേക്ക് പോയി. വരും. ടോട്ടൽ ജേർണി ടൈം പറയാനാണെങ്കിൽ 5.5 മണിക്കൂറാണ്. 2 മണിക്കൂർ പോവാനും 2 മണിക്കൂർ വരാനും ജീപ്പിലെടുക്കും. 1.5 മണിക്കൂർ തരും നമുക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇറങ്ങാൻ ഒരു 20 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, പക്ഷെ കയറാൻ നല്ലോണം സമയമെടുക്കും. ഞങ്ങൾ മുകളിലെത്തി കുറച്ച് നേരം ഇരുന്ന് ഒരു 1:30 1:45 ഞങ്ങൾക്ക് തന്ന സമയം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചെത്തി, ജീപ്പിൽ കയറി തിരിച്ചു വന്നു. 2:30-3 മണിയായി നമുക്ക് എത്താൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഗണപതി അമ്പലം അവിടേക്ക് പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റിക്ഷയിൽ തന്നെയാണ് മൂകാംബിക റോഡ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ദേവീനെ നല്ലോണം കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രിപ്പും സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.